നമ്മൾ ഡ്രൈവർ ഇത്തിരി ടെറർ ആയതിനെ കൊണ്ട് നമ്മൾ ഓടാണ്. ഇതിൽ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ തലയ്ക്ക് ഒരു ഇത് വന്നു. ഇവിടുത്തെ റോഡ് എന്ന് പറയുന്നത് വീഡിയോയിൽ കാണുന്നില്ലേ, സീറ്റും പിന്നെ ഒരു സ്റ്റെയറിംഗും മാത്രം മതി. നൊടിഞ്ഞ് കയറുന്നുണ്ട്. ഞാൻ പക്ഷെ കണ്ണും കൂട്ടി അവിടെ ഇങ്ങനെ ഇരുന്നു. ഇതാണ് എൻട്രി വരുന്നത്. നമ്മൾ ഡ്രൈവർ ഇത്തിരി ടെറർ ആയതിനെ കൊണ്ട് നമ്മൾ ഓടാണ്. ഒരു കുറച്ച് ലേറ്റ് ഉണ്ട്. 8 മണിയാകുമ്പോഴത്തേക്ക് വരാനാണ് ഞാൻ പറഞ്ഞത്. 8 മണി ആയിരിക്കുന്നു ആക്ച്വലി, പക്ഷേ മൂപ്പർക്ക് നേരത്തെ കാലത്തെ പോകണം തോന്നുന്നു. നമ്മൾ ബാലിയിലെ നമ്പർ 5 നമ്മൾ പോകുന്നത് നുസാപ്പെനിൻ്റെ വെസ്റ്റ് ഏരിയയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ചെറിയൊരു ഫോം ഫില്ലിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ ടാഗ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ അതിൻ്റെ ക്യൂവിലേക്ക് മാറുകയാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ക്രൂയിസിലായിരിക്കും നേരെ എന്ത് ചെയ്യുക, യാത്ര വരിക. ഇതാണ് നമ്മൾ വന്ന ഫെറി ടൈപ്പ് ബോട്ട്. നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ തലയ്ക്ക് ഒരു ഇത് വന്ന് ശ്രദ്ധിക്കാനൊക്കെ ശരി, നല്ല ടയർഡായി പോയി. വീഡിയോ നമ്മൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ബോട്ട് നല്ല സ്പീഡേനും, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ ബോട്ട് ഇറങ്ങി, ഇതാണ് ഐലാൻഡിൽ നമ്മൾ ബോട്ട് ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഐലാൻഡ് വ്യൂ വരുന്നത്. ഇവിടെ നമ്മൾ ബോട്ട് ഇറങ്ങി, അത് കഴിഞ്ഞതാ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ നമുക്ക് ചെറിയ ബീച്ച് ഉണ്ട്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഐലാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. അതായത് നമ്മളെ എയർപോർട്ടിൽ നമ്മളെ പിക്ക് ചെയ്ത മാതിരി ഐലാൻഡിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനും എല്ലാത്തിനും നമുക്കിവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡിൻ്റെ കയ്യിൽ വെഹിക്കിൾ ഉണ്ടാവും. വന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാറിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഓൾറെഡി നുസാപ്പെനിയുടെ എത്തി. നമ്മുടെ ഗസ്റ്റ്, നമ്മുടെ ഗൈഡ് നമ്മളെ ഇവിടുന്ന് പിക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഗൈഡിൻ്റെ വണ്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ക്രിസ്റ്റൽ ബെൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ബീച്ച് ഇപ്പം പറയുകയാണെങ്കിൽ സൺസെറ്റ്, സ്നോർക്കലിംഗ്, ബോട്ട് ടൂർ അതിനൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് എല്ലാവരും പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ്ട് ബീച്ചിലെത്തിയത്. അതിനെക്കൊണ്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിൽ അതിനെക്കൊണ്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒക്കെ നല്ല വൃത്തിക്ക് ആ ടൈം അതിനെക്കൊണ്ട് നമുക്കൊക്കെ വൃത്തിക്കൊക്കെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഇവിടുത്തെ റോഡ് എന്ന് പറയുന്നത് വീഡിയോയിൽ കാണുന്നില്ലേ, അതേപോലെ നമ്മൾ കേരളത്തിലൊക്കെ ഉള്ള വന്നിട്ട് റോഡ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളില്ലേ, ആള് ഫുൾ ചില്ലാണ്. മൂപ്പർക്ക് ഒരു സീറ്റും പിന്നെ ഒരു സ്റ്റെയറിംഗും മാത്രം മതി. റോഡൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, വളവോ തിരിവൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എടുത്തങ്ങോട്ട് പോവാം. അങ്ങനത്തെ ഒരു മൂട്ടാണ് മൂപ്പർക്ക്. അടിപൊളിയാണ്. പിന്നെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാറിന് കയറിയ മുതലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു താഴത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഊരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മൂപ്പര് ഇതിൽ പോയിട്ട് തൊയിന് വീണതാണോ എന്ന് അറിയില്ല. രണ്ടാമത്തതും മൂന്നാമത്തതും സെയിം സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. HL പിലാമ്പോങ്ങും പിന്നെ ബ്രോക്കൺ ബീച്ച്. ബ്രോക്കൺ ബീച്ച്, യെസ്, ബ്രോക്കൺ ബീച്ച്. ബ്രോക്കൺ ബീച്ചുമാണ്. അപ്പോൾ അത്
വീടിൻ്റെ ആ ഒരു ഏരിയ ആണ് ബ്രോക്കൺ ബീച്ച്. അങ്ങനെ ദാ അവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പം ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മൾ ബ്രോക്കൺ ബീച്ച് ഉണ്ടല്ലോ അവിടേക്കായിട്ട് ഇപ്പോൾ പോകുന്നത്. നൊടിഞ്ഞ് കയറുന്നുണ്ട്. ആകെ അറിയുന്ന ഒരു കാര്യം നൊടിച്ചില്ലേ, നൊടിഞ്ഞ് ഇങ്ങനെ ഇതാണ്. കാട്ടിനുള്ളിൽ കൂടെ അതാ സ്വഭാവമായിട്ട് ഞാൻ നടക്കുന്നുണ്ട്. അങ്ങനെ അതാ കുറേ നടന്ന് നമ്മൾ ബ്രോക്കൺ ബീച്ചിൻ്റെ അടുത്ത് എത്തിട്ടോ. അപ്പോൾ അതിനെ ബ്രോക്കൺ ബീച്ച് എന്ന് വിളിക്കാൻ കാരണം കണ്ടില്ല, ഈ ഒരു പോർഷൻ കണ്ടില്ല, ഈ ഒരു ഭാഗം മാത്രമാണ് ബീച്ചിൻ്റെ ഇവിടേക്ക് ഉള്ളത്, ബാക്കി ഫുൾ അവിടെ വരുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് അതിനെ ബ്രോക്കൺ ബീച്ച് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം ഭയങ്കര ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഹൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലം അത്രക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ദാ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കെലിംകിങ് ബീച്ച് ഉണ്ട് അവിടേക്കാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് കുറച്ചും കൂടെ യാത്ര ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. ബാക്കി എന്തായാലും അവിടെ എത്തിയിട്ട് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ ദാ നമ്മളിപ്പോൾ കെലിംകിങ് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് മോളിൽ നട്ടു കൊടുക്കുന്നതൊക്കെ ഇതൊരു ക്ലിഫ് പോലത്തെ സംഭവം തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ കുറേ സ്റ്റെപ്പ് ഉണ്ട്. ആ താഴത്തേക്കുള്ള സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി വരണം. അങ്ങനെ അതാ ഈ ക്ലിഫിൻ്റെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അതേപോലത്തെ കുറേ സ്റ്റെപ്പായിട്ടുള്ളത്. കുറേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റുള്ള സ്റ്റെപ്പാണ് വരുന്നത്. എല്ലാവരും ഫ്രണ്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ കാണില്ല, ഭയങ്കര ടാസ്ക് ആയിട്ടോ എല്ലാവരും ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കയറാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലൊക്കെ ഭയങ്കര ടാസ്ക് ചെയ്യണം. പിന്നെ ആണെങ്കിൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ടൈം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ആ ടൈം ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പാണെങ്കിൽ കൈയൊന്നും ഇല്ല. സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കാല് വേദന ഇട്ടുണ്ട്. ഇതേപോലെ തന്നെ തിരിച്ച് കയറേണ്ട ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടമുള്ളത്. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് ഇതേപോലെ തന്നെ കയറും ചെയ്യണം. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് മുകളിലേക്ക് തന്നെ വന്ന് സൈഡായി വെള്ളം കുടിച്ച് നമ്മളിനിപ്പോൾ തിരിച്ചു പോകും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ സ്പീഡ് ബോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 45 മിനിറ്റ്സേക്കും നമ്മളിപ്പോൾ അവിടെ എത്താം കേട്ടോ. അപ്പം ബോട്ടിൽ അതിനെ കൊണ്ട് എല്ലാവർക്കും വൊമിറ്റ് ചെയ്യുന്നു. ആരൊക്കെ അവിടുന്ന് വൊമിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെയൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല, കാരണം സീനാവല്ലോ. അപ്പോൾ അതാ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടന്മാരെ കണ്ടില്ല, അവിടുത്തെ വിൻഡോ ഓപ്പൺ ആയതിനെ കൊണ്ട് മൂപ്പര മേത്തേക്ക് വെള്ളം വരുന്നതുണ്ടോ. ഇങ്ങനെ എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യേണ്ട പറഞ്ഞതിനെ കൊണ്ട് മൂപ്പര നമുക്ക് വേണ്ടിയിട്ട് ആ വെള്ളം ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ സഹിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഫൈനലി നമ്മൾ ഭൂമിയിൽ കാല് കുത്തി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തല കുറേ ആൾക്കാർ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ കണ്ണും കൂട്ടി അവിടെ ഇരുന്നു. അതിനെക്കൊണ്ടേ ആവും രീതിയില്ല. അങ്ങനെ ന്യൂസാപ്പനിയുടെ വീഡിയോസൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.